അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിപ്പ രോഗി. നിപ്പ രോഗിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 43-കാരനായ രാമനാട്ടുകര സ്വദേശി വെന്റിലേറ്ററിലാണ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തിറക്കി. നിപ്പ സ്ഥിരീകരിച്ചതോടെ കേരളത്തിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അനീഷ് ദേവസ്യ ഒരുങ്ങണം ചേരുന്നു. അനീഷ്, ഇയാൾ ജോലിക്കൊക്കെ പോകുന്ന ആളായത് കാരണം ഇയാളുടെ റൂട്ട് മാപ്പ് കുറച്ച് വലിയ റൂട്ട് മാപ്പാണ് ഇന്ന് നേരത്തെ തന്നെ ചില സൂചനയുണ്ടായിരുന്നു. അപ്പോൾ റൂട്ട് മാപ്പിലുള്ളവർക്ക് ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്? ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക്, 2 മക്കളടക്കം വീട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിൽ സിംറ്റംസ് ഇല്ല എന്നുള്ളതും ഭാഗ്യമാണ്. അനീഷ്, ഹാഷ്മി, നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ ശ്വസിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹവുമായി അടുത്ത് ഇടപെട്ട ഒരു 77 പേരുടെ ഒരു സമ്പർക്ക പട്ടിക ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ 58 പേർ ആരോഗ്യ ജീവനക്കാരും അതുപോലെ 14 പേർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളുമാണ്. നിലവിൽ ഈ സമ്പർക്ക പട്ടികയിലുള്ള 77 പേർക്കും രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെ വലിയ ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു റൂട്ട് മാപ്പ് ഇന്നലെ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള തീയതികളിലെ റൂട്ട് മാപ്പാണ് ഇന്നലെ പുറത്തിറക്കിയിരിക്കുന്നത്. ഇദ്ദേഹം ഈ രാമനാട്ടുകര സ്വദേശിയായ ഇദ്ദേഹം ഒരു ശുചീകരണ തൊഴിലാളിയാണ്. ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഫറോക്കിലെ ഒരു ഒഴിഞ്ഞ ഗോഡൌൺ വൃത്തിയാക്കാൻ പോയിരുന്നു. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഈ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പനി ബാധിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം ഈ ഫറോക്കിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയിരുന്നു. അവിടെ നിന്ന് പനി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെയാണ് അദ്ദേഹത്തിന് ഈ നിപ്പയുടെ ലക്ഷണങ്ങൾ കണ്ടത്. തുടർന്ന് അദ്ദേഹത്തിന് സ്രവ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിലേക്ക് അയച്ചു. ഇപ്പോഴും അത് ആരോഗ്യനില അങ്ങനെ ഗുരുതരമായി തുടരുന്നത്. 77 പേരാണ്. അതിൽ 50-ലധികം പേർ ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. കർശനമായ നിരീക്ഷണം, ജാഗ്രത ഇവരുടെ കാര്യത്തിലൊക്കെ ഉണ്ട് താനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.